കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മൊബൈൽ ചാർജിങ്ങിന് ഉപകരിക്കുന്ന 5 സോളാർ ഡിവൈസസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ദൂര സ്ഥലത്ത് വിനോദയാത്രയ്ക്ക് പോവുകയാണ്. അവിടെ കറണ്ട് ഉള്ളൊരു സ്ഥലമാണോ എന്നറിയില്ല, ചിലപ്പോൾ ഉൾഗ്രാമമായിരിക്കും. നമ്മുടെ പവർ ബാങ്കിലെ ചാർജ് തീർന്നു പോവാണ്. ദൂരെ ട്രെയിൻ യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ബുള്ളറ്റ് യാത്രയാണ്, ചാർജ് ചെയ്യാൻ ഒരു ഫെസിലിറ്റീസും ഇല്ല. നമ്മുടെ ഫോൺ ആകെ സ്റ്റക്കാവും. ഈ ഫോണിന് ചാർജ് ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും അവിടെ സ്റ്റക്കാവും. കാരണം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പം മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്. ചാർജ് ഇല്ലാത്തൊരു സ്ഥലം, ചാർജ് ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥലം, നമ്മുടെ പവർ ബാങ്കിൻ്റെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആകുന്ന 5 ആമസോണിൽ ലഭ്യമായിട്ടുള്ള ബെസ്റ്റ് സോളാർ പവർ ഡിവൈസസിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഇതിൽ സോളാർ ചാർജേഴ്സും ഉണ്ട്, പവർ ബാങ്ക്സും ഉണ്ട്. 3 ചാർജേഴ്സും 2 പവർ ബാങ്ക്സും ആണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴായിട്ട് നമുക്കറിയാം, ഇപ്പം ഹെവി യൂസേഴ്സ് ആണെങ്കിലും പെട്ടെന്ന് ഫോണിൻ്റെ ചാർജ് തീരും. പിന്നെ ചാർജ് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ അല്ല, പവർ ബാങ്കിൻ്റെ ചാർജ് തീർന്നു പോയി, ചാർജ് ചെയ്യാൻ ഒരു ഫെസിലിറ്റീസും ഇല്ല. പോകുന്ന സ്ഥലത്ത് ചാർജിങ് പോർട്സ് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് മിസ്സാവും. അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൺഫ്യൂഷൻസ് ഉള്ളിലുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന 5 സോളാർ ഡിവൈസസിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഡിവൈസിൻ്റെ പേര് Wildtek സോഴ്സ് 21 വോൾട്ട് സോളാർ ചാർജർ എന്നാണ്. ഇത് ഒരു ചാർജറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 12,000-ൻ്റെയും 13,000-ൻ്റെയും ഇടയ്ക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്, ഒപ്പം ഷോക്ക് പ്രൂഫാണ്. ഷോക്ക് പ്രൂഫ് എന്നുള്ളത് ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിനും പലതിനും പറയുന്ന ഒരു വേർഡിംഗ് ആണ് ഷോക്ക് പ്രൂഫ്. ഷോക്ക് പ്രൂഫ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ പ്രൂഫ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോണ് താഴെ വീണു പോവാണ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റുന്ന രീതിയിൽ എറിഞ്ഞു പോവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ്, മിക്കവാറും അത് റബ്ബർ കോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയായിരിക്കും. അതിനെയാണ് നമ്മൾ ഷോക്ക് പ്രൂഫ് എന്ന് പറയുന്നത്. വീണു പോകുമ്പോൾ കേടാവാതിരിക്കുന്ന, പെട്ടെന്നൊന്നും പറ്റാതിരിക്കുന്ന ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് തന്നെ ഈ ചാർജർ ആ ഒരു രീതിയിലാണുള്ളത്. 12,000 30,000 ഇൻ ബിറ്റ്വീൻ ആണ്. ഇത് സ്റ്റോക്ക് പ്രൂഫാണ്. ഓക്കെ, വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, പിന്നെ ഹെവി ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. 21 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഫാസ്റ്റസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. 2 വർഷത്തെ വാറണ്ടി ആമസോണിൽ നമുക്കിതിന് ലഭിക്കുന്നുണ്ട്. അൾട്രാ ഹൈ എഫിഷ്യൻസി സോളാർ സെൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണമായിട്ട് നമ്മുടെ Wildtek സോഴ്സ് 21 വാട്ട് വാട്ടർ പ്രൂഫ് പോർട്ടബിൾ ചാർജറിനെ പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. മാക്സിമം ലൈറ്റ് കിട്ടുന്ന ആംഗിൾ ഏതാണോ ആ ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Nekteck 21 വാട്ട് സോളാർ ചാർജറാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 8,000-ൻ്റെയും 9,000-ൻ്റെയും ഇടയ്ക്കാണ്. ഹൈ എഫിഷ്യൻസി ആണ് ഇതിനുള്ളത്. 21 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 2 USB പോർട്സ് ഇതിന് ഉണ്ട്. അതായത് ഒരേ സമയം നമുക്ക് 2 ഫോൺസ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഈസി ടു ക്യാരി ആണ്. 18 ഔൺസ് മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഈ ചാർജർ വളരെ ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് കുറേ കാലം ഈട് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 മന്ത്സ് വാറണ്ടിയും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചാർജർ Belifal സോളാർ പോർട്ടബിൾ മൊബൈൽ ചാർജറാണ്. ഇത് വളരെ വില കുറഞ്ഞ ഒരു ചാർജറാണ്. 1200 1500 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ചാർജർ സ്വന്തമാക്കാൻ സാധിക്കും. 6 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, സെമി ഫ്ലെക്സിബിൾ ആണ്, വാട്ടർ പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്. 1000-ഓളം ചാർജിങ് സൈക്കിൾസ് ഇതിൻ്റെ ലൈഫ് സ്പാനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് 2 സോളാർ പവർ ബാങ്ക്സ് ആണ് പരിചയപ്പെടാനുള്ളത്. Dizaul 5000 mAh പോർട്ടബിൾ ചാർജർ. ഇത് വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, ഈസി ടു ക്യാരി ആണ്. ഈ ഒരു പവർ ബാങ്കിനും 2 USB പോർട്സ് ആണ് ഉള്ളത്. 2 ഫോൺസ് ഒരേ സമയം ചാർജ് ചെയ്യാൻ സാധിക്കും. ഡ്രോപ്പ് പ്രൂഫാണ്, ഒപ്പം ഫ്ലാഷ് ലൈറ്റ്സ് കാര്യങ്ങൾ ഇതിലുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ചാർജ് ആവുന്നുണ്ടോ, ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രൈസ് വരുന്നത് 3000-നും 3500 ആ ഒരു റേഞ്ചിനിടയ്ക്കാണ്. ഇതിനൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത് സോളാർ പാനലിൻ്റെ സർഫേസ് കുറവാണ്. അതുകൊണ്ട് ചാർജിങ് വളരെ സ്ലോ ആയിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അവസാനത്തെ സോളാർ പവർ ബാങ്ക് എന്ന് പറയുന്നത് COOLNUT 13,000 mAh-ൻ്റെ പവർ ബാങ്ക് ആണ്. ഇതിന് 13,000 mAh ആണ് ഉള്ളത്. സ്റ്റൈലിഷ് ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആണ്. ഡ്യുവൽ USB പോർട്സ് ഉണ്ട്.
കമ്പനി നമുക്ക് 1 വർഷത്തെ വാറണ്ടി പവർ ബാങ്കിൻ്റെ മേലെ തരുന്നുണ്ട്. ഹൈ സ്പീഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LED ടോർച്ചും ഒപ്പം 4 LED പവർ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, ചാർജ് കയറുന്നുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കൂൾനട്ടിൻ്റെ ഈ ഒരു ചാർജർ നമുക്ക് സോളാറിലും ഒപ്പം കറണ്ടിലും ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോണിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സമയമാണ്. നിങ്ങൾ ഫോൺ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യാത്ര ഇഷ്ടമുള്ള ആൾക്കാരാണ്, കുറേ സമയം ബുള്ളറ്റിലൊക്കെ കുറേ ദിവസങ്ങൾ നീണ്ട യാത്രകൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ ഒരേ ഇരിപ്പ് പോവുകയാണ്. ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ് സോളാറിൻ്റെ ഈ ചാർജിങ് ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആമസോൺ സൈറ്റിൽ കയറി നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സോളാർ ചാർജിങ് ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.